ഹായ് ഹലോ, നല്ല കറുമുറായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കുണ്ടാക്കി നോക്കിയാലോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുഴുക്കലരി എടുത്തിട്ടുണ്ട്. അത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് പൊടിച്ചെടുക്കണം. അല്ല പത്തിരിപ്പൊടി മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്നൊരു ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് പൊടിക്കണം. അരി ഒന്ന് പൊടിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ച അരി നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി വറുത്തെടുക്കൊന്നും വേണ്ട, പക്ഷെ ആ ഒരു ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിനൊരു ക്രിസ്പിനെസ് കൂടും. ഇനി നമുക്ക് ഉഴുന്ന് പൊടിക്കാം. ഉഴുന്ന് പൊടിച്ച് അതൊന്ന് വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് അരിച്ചിട്ടാണ് അരിപ്പൊടിയുടെ നമ്മൾ ചേർക്കുന്നത്. ഇനി ഈ പൊടികൾ നമുക്ക് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള മുളക് പൊടി, എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കായപ്പൊടി, 1 സ്പൂണ് നെയ്യ്, ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം കൈകൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കണം. ഓരോ അരിക്കും അതിൻ്റെ പാകത്തിനുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് മെല്ലെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ആക്കാൻ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കടലപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ രുചിയും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രുചിയും നമുക്ക് കിട്ടും. ഇനി ഈ അച്ചിലേക്ക് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിടാം. മുറുക്ക് ആക്കിയെടുത്ത ഉടനെ അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് തുറന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ചെറിയ മുറുക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കുറച്ച് എണ്ണ ഒന്നിച്ചാണ് എണ്ണയിലിട്ടിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒന്നിച്ചിട്ടതുകൊണ്ട് അതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. മുറുക്ക് വലുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ അടിപൊളി മുറുക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്രിസ്പിനെസ്സും കുറേ നാളേക്ക് നിൽക്കുന്നുണ്ട്. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറായി സൂക്ഷിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.